ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെന്നിറ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ഈ പ്രഭാതത്തിൽ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം മക്കൾക്ക് നിറയുവാനും മക്കൾക്കെതിരെയുള്ള എല്ലാ തിന്മകൾ, എല്ലാ ചതിവ്, പരീക്ഷ ഇന്ന് നമ്മുടെ മക്കളെ ചതിവിൽപ്പെടുത്തുവാൻ വലിയ രീതിയിലുള്ള മാഫിയ, അതുപോലെ തന്നെ ചീത്ത മാധ്യമങ്ങൾ, കൂട്ടുകെട്ടുകൾ നോക്കിയിരിക്കുന്നുണ്ട്. നന്മയായി പോകുന്ന മക്കളെ എങ്ങനെ വഴിതെറ്റിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തിന്മയുടെ കൂട്ടുകാർ ഇഷ്ടംപോലെ കഴുകൻ കണ്ണുകളായി നമ്മുടെ മക്കളെ നോക്കിയിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ആശങ്കപ്പെടുത്തുവാൻ പറയുന്നതല്ല, മറിച്ച് അനുഗ്രഹിക്കുവാനും മക്കൾ അതിന് വേർതിരിച്ച് നിൽക്കുവാൻ നല്ല ബോധത്തിൽ വിവേകം മക്കളിൽ നിറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുക. പലപ്പോഴും കൗൺസിലിങ്ങിന് ഈ നാളുകളിലൊക്കെ മാതാപിതാക്കൾ അനേകം ആളുകൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ പോലും മറ്റുള്ളവർ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ട് അവരെ നോക്കി നിന്നുകൊണ്ട് എങ്ങനെ മക്കളെ വശത്താക്കണം, നമ്മുടെ മക്കളുടെ ഓരോ കുറവുകൾ മനസ്സിലാക്കി അവരുടെ പുറകെ നടന്ന് ചതിവിപ്പെടുത്തുന്ന ഇഷ്ടംപോലെ കേസുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഉപയോഗങ്ങൾ അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നു വന്ന മക്കളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. പഠന മേഖല തകർന്നു പോകുന്നു, ഭാവി ജീവിതം തകർന്നു പോകുന്നു, വിശുദ്ധി നഷ്ടപ്പെടുന്നു, മക്കളുടെ ജീവിതം അന്ധകാരത്തിലേക്ക് വീണു പോകുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാതിരിക്കുവാൻ, ഏതൊരു മക്കൾ അങ്ങനെ ആ ഒരു വലയത്തിലായിട്ടുണ്ടെങ്കിൽ പുറത്ത് നന്മയിലേക്ക്, തിന്മയിൽ നിന്ന് നമ്മുടെ മക്കൾ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കടന്നു വരുവാൻ, പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 3:6 എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല, എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമ്മുടെ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. മക്കൾക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന എല്ലാ ശത്രുക്കളെയും, എല്ലാ തിന്മകളെയും ഇന്ന് തന്നെ ദൈവത്തിൻ്റെ വലിയ കരത്താൽ, അനുഗ്രഹത്തിൻ്റെ കരത്താൽ ആ തിന്മയെ ചേർത്ത് മക്കൾ വേർതിരിക്കപ്പെടുവാനും കൃപയിൽ വിവേകത്തിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 3:6 എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവിടുത്തെ കരബലം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. എല്ലാത്തരം ഭയങ്ങൾ, കർത്താവെ, ജീവിത വിശുദ്ധിയെ തടസ്സപ്പെടുത്തുന്ന, മക്കളുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുന്ന എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറുകയും അവരെ ചതിവിൽപ്പെടുത്തുവാൻ നോക്കിയിരിക്കുന്ന എല്ലാ കണ്ണുകളും വിട്ടുമാറുകയും അങ്ങനെ മക്കൾ വേർതിരിക്കപ്പെട്ട് ദൈവമേ കൃപയാർന്ന ജീവിതം നയിക്കട്ടെ. ഓരോന്നും കാണുമ്പോഴും സത്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ മക്കൾക്ക് അവിടുന്ന് കഴിവ് കൊടുക്കണമേ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ കൃപയാൽ വളരട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.